നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മ എന്താ വിളി കേൾക്കാത്തെ? അമ്മയ്ക്ക് അസുഖമാണെന്ന് പറഞ്ഞില്ലേ മോളെ? മിണ്ടാനും പറ്റില്ല. കുറച്ചേ മിണ്ടു. നോക്കിക്കോ, അമ്മയോട് ഞാൻ ഇനി മിണ്ടില്ല. എന്താ മോളെ? അമ്മയോട് പിണങ്ങി പോയതാ ഞാൻ. അമ്മ ഇനി എന്നോട് ഒരിക്കലും മിണ്ടില്ലേ? മിണ്ടും മോളെ. അമ്മയുടെ അസുഖം ഒന്ന് ഭേദമായിക്കോട്ടെ. എപ്പോഴാ ഭേദമാവാ? അതിനെ ഒരാള് വരണം. ആര്? അമ്മയുടെ കുഞ്ഞേച്ചി. കുഞ്ഞേച്ചിയോ? അമ്മ ഭക്ഷണം കഴിക്കണമെങ്കിലും കുഞ്ഞേച്ചി വരണം. അതെന്താ? കുഞ്ഞേച്ചിയുടെ പേര് മാത്രമേ അമ്മ പറയുന്നുള്ളൂ. അത്രയ്ക്ക് സ്നേഹ? എന്നാ അമ്മയുടെ കുഞ്ഞേച്ചി ഇങ്ങോട്ട് വിളിക്കണം. അത് സത്യാമ്മയ്ക്ക് ഇഷ്ടമല്ല മോളെ. എന്നാ അമ്മയും കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. എങ്ങോട്ട്? അമ്മയുടെ കുഞ്ഞേച്ചിയുടെ അടുത്തേക്ക്. പപ്പി, ചെറിയ വയല് വലിയ വർത്താനം പറയുന്നു. പോ അവിടുന്ന്. സത്യമേ. രോഹിത്തെ, കൊച്ചുങ്ങളെ നിലയ്ക്ക് നിർത്തിക്കോണം. വലിയ കാര്യങ്ങൾ മുതിർന്നവര് തീരുമാനിക്കും. പോകാൻ. സാർ, ഞാനൊരു കാര്യം പറഞ്ഞാൽ സാറിന് അഹിതമായിട്ടൊന്നും തോന്നരുത്. താൻ പറയടോ. പറയുന്നതാണോ അഹിതം? ഇവിടെ നടക്കുന്നതല്ലേ? അതേപ്പറ്റി തന്നെ സാറേ ഞാൻ പറഞ്ഞു വരുന്നത്. ഈ വീട്ടിൽ എന്തൊക്കെയാ സാറേ നടക്കുന്നത്? അത് ഭഗവാൻ മാത്രം അറിയാം. അത് തന്നെയാ സാറേ ഞാനും പറഞ്ഞു വരുന്നത്. ഭഗവാൻ അറിയാവുന്ന കാര്യങ്ങൾ പരിഹരിക്കാൻ ഭഗവാന് മാത്രമേ സാധിക്കൂ. എടോ, ഇയാൾ എന്തേ പറയുന്നേ? സാധാരണ ഒരു വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് സാറേ ഇവിടെ നടക്കുന്നത്. വീട്ടിൽ നിന്ന് മഹാലക്ഷ്മി ഇറങ്ങിപ്പോയിട്ട് 6 വർഷമായി. അത് തിരിച്ചു വന്നു കയ്യെത്തും ദൂരത്ത്. എന്നിട്ട് ഈ വീട്ടിൽ വന്നതുപോലെ തന്നെ ഇറങ്ങി പോവേണ്ടി വന്നില്ലേ? പിന്നെയും പലതവണ കയറി വന്നിട്ടും ആട്ടി ഇറക്കി വിട്ടു. കണ്ണുണ്ടായിട്ടും കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടാ രാഘവൻ സാറേ? സമയദോഷം. എന്നിട്ട് വന്ന് മഹാലക്ഷ്മി ഒരിക്കലും ഈ വീടിന്റെ പടി കയറാൻ പറ്റാത്ത സ്ഥിതിയിലായില്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.